മർമ്മത്തിലാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് ഈ 3 ചോദ്യത്തിന് മറുപടി പറയാൻ ഏതെങ്കിലും വഹാബി മൗലവിമാർക്ക് സാധിക്കുമെങ്കിൽ അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം ചാനലുകളിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വഹാബി മൗലവിയുടെ പ്രഭാഷണത്തിന്റെ ശകലവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം നമുക്ക് ആ സംസാരം ഒന്ന് കേട്ടു നോക്കാം. സമസ്തയുമായുള്ള പോരിൽ പാണക്കാട് തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുജാഹിദ് സംഘടനയായ KNM സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പാണക്കാട് കുടുംബത്തെ അപമാനിക്കുകയുമാണ് സമസ്ത ചെയ്യുന്നതെന്ന വിമർശനവുമായി KNM സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നു. സംസ്ഥാനത്ത് 150 കേന്ദ്രങ്ങളിൽ സമാനമായ സമ്മേളനങ്ങൾ നടത്താനാണ് KNAയുടെ തീരുമാനം. കോഴിക്കോട് സമ്മേളനം വിളിച്ചു ചേർത്ത് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി തന്നെ സമസ്തക്കെതിരെ പോർമുഖം തുറന്നു. സമസ്ത പിന്തിരിപ്പൻ സംഘടനയാണ്, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, മറ്റുള്ളവർക്കൊപ്പമിരുന്നാൽ തെറിച്ചുപോകുന്ന ആദർശമാണ് സമസ്തക്കെന്നും വിമർശനം. ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടിയിരുന്നാൽ തെറിച്ചു പോകുന്ന ഒരു ആദർശവുമായി ലോകത്ത് സമസ്ത എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്തേതെങ്കിലും അങ്ങനെ വിദ്യ അഭ്യസിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് അക്ഷരജ്ഞാനം ഉണ്ടാക്കുന്നതിന് ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും അതിൻ്റെ വലിയ പ്രമേയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവിധ രേഖകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ട്. പാണക്കാട് തങ്ങന്മാരുമായി മുജാഹിദ് സംഘടനയ്ക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. ഈ ബന്ധം തുടരുന്നതിന്റെ പേരിൽ സ്വാദിഖലി തങ്ങളെ സമസ്ത ആക്രമിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിന്റെ അംഗീകാരമുള്ള, കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ പിന്തുണയും അംഗീകാരവുമുള്ള ഒരു മഹാൻ നേതാവിനെ, അദ്ദേഹത്തിന്റെ മുൻഗാമികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം ഇകഴ്ത്തിക്കൊണ്ട് വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. നേരത്തെ പരസ്പരം പോരടിച്ചിരുന്ന സമസ്തയും മുജാഹിദ് സംഘടനകളും കുറച്ചുകാലമായി വളരെ അത്ഭുതത്തോടെ, എന്നാൽ പുച്ഛത്തോടെ, പരിഹാസത്തോടെയൊക്കെയാണ് വഹാബികളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഏതൊരാളും ഈ വാർത്ത ശ്രദ്ധിക്കുകയുള്ളൂ. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ ലൈവ് യൂട്യൂബിൽ കുറെ തിരഞ്ഞു നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കാരണം ഇയാൾ എന്തൊക്കെ സഫാത്താണ് വിളിച്ചു പറഞ്ഞ് എല്ലാം കൂടെ ഒന്നാണ്ട് വിശദീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനത് കുറെ ശ്രമിച്ചിട്ടും എനിക്കത് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പ്രഭാഷണത്തിന്റെ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ആ കേടാണ് തീർത്തു കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ പ്രഭാഷണത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കാം. ഇയാൾ തന്നെ തുടരട്ടെ. ആദ്യം വാർത്താ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രയോഗം തന്നെ തെറ്റാണ്. പോരിൽ പാണക്കാട് തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുജാഹിദ് സംഘടനയായ KNM സമുദായത്തിൽ സമസ്തയുമായുള്ള പോരിൽ പാണക്കാട് കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KNM എന്നാ. സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിൽ നിലവിൽ ഒരു പോരും ഇല്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളുടെ അമരത്തിരിക്കുന്നത്, അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഇപ്പോഴും പാണക്കാട് സാദാത്യങ്ങളാണ്. അത് ചാനലുകാരുടെ അറിവില്ലായ്മയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പത്രേ അതിനെക്കുറിച്ചൊക്കെ കഥ ഉണ്ടാവുള്ളൂ. ഏതായാലും മൗലവി പറയട്ടെ. കൂടിയിരുന്നാൽ തെറിച്ചു പോകുന്ന ഒരു ആദർശവുമായി ലോകത്ത് സമസ്ത എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്തേതെങ്കിലും ഉണ്ടാവാൻ. ലോകത്ത് വേറെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. കേരളത്തിൽ ഏതായാലും വേറില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹക്കായ ഒരു പ്രസ്ഥാനമാണ്, സുന്നത്ത് ജമാഅത്താണ്, ദീനാണ്. പിന്നെ കൂടെ ഇരുന്നാൽ തെറിച്ചു പോകുന്ന ആദർശം അല്ല, കൂടെ ഇരുന്നാൽ ആദർശം തെറിച്ചു പോയിട്ടല്ല, ചോർന്നു പോയിട്ടുമല്ല. നമ്മൾ ഈ കൊറോണ കാലത്ത് അകലം പാലിച്ചിരുന്ന എന്തിനാ? അവന്റെ വൈറസ് ഇങ്ങോട്ട് പകരാതിരിക്കാനാണ്. അല്ലാതെ അവനെ പേടിച്ചിട്ടല്ല, അവന്റെ വൈറസിനെ സൂക്ഷിക്കണം. എന്ന പോലെ ബിദ്അത്ത് എന്ന വൈറസ് നിങ്ങളിലൊക്കെ ധാരാളം ഉണ്ട്. ആ വൈറസ് ജമാഅത്ത്, മുജാഹിദ് തുടങ്ങി സകല മുബ്തദിഈങ്ങളിലും ഉണ്ട്. ആ വൈറസ് പകരാതിരിക്കാൻ വേണ്ടി നിശ്ചിത അകലം പാലിക്കുക എന്നത് ദീനറിയുന്ന, സുന്നത്ത് ജമാഅത്ത് അറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചരിത്രം അറിയുന്ന ഏതൊരാളും ചെയ്തിരിക്കും. ആ പണി സമസ്തയും ചെയ്യുന്നുണ്ട്. കാരണം സമസ്തയാണ് ആ വഴിയിൽ സഞ്ചരിക്കുന്ന ഏക പ്രസ്ഥാനം. അങ്ങനെ വിദ്യ അഭ്യസിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദ്യ അഭ്യസിപ്പിക്കുന്നതിനും അക്ഷരജ്ഞാനം ഉണ്ടാക്കുന്നതിന്
ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും അതിന്റെ വലിയ പ്രമേയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഹറാമാണ്. വിദ്യാഭ്യാസത്തിനെതിരെ, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ സമസ്ത വലിയ നടപടികൾ, പ്രമേയങ്ങൾ ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു എന്നാണ് ഈ മൗലവി പ്രസംഗിക്കുന്നത്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2ാം നമ്പർ മദ്രസ അംഗീകാരം കൊടുത്തത് മദ്രസത്തുൽ ബനാത്താണ് മൗലവി. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള മദ്രസ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സമസ്തയുടെ ആ സമ്മേളനത്തിൽ പ്രമേയം വന്നത് എന്ന് പോലും ഇത്രയും 70ന്റെ മേലെ ഇയാൾക്ക് പ്രായമുണ്ടെന്നാണ് തോന്നുന്നത്. 70 വയസ്സ് കഴിഞ്ഞിട്ടും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സമസ്ത ആ വിഷയത്തിൽ സംസാരിച്ചത് എന്ന് ഈ കാക്കാക്ക് കണ്ട കാലം വരെ അറിയാതെയാണ് ജനങ്ങളോട് പറഞ്ഞിരുന്നതെന്നല്ലേ. പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം, മറ്റു വിദ്യാഭ്യാസങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോളം വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനം കേരളത്തിൽ സമസ്തക്ക് പകരം വേറെ ഏതാ ഉള്ളത്? വഹാബികളായ നിങ്ങൾ അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസം 40 വട്ടം ആവർത്തിച്ച് പറയാ എന്നതിലപ്പുറം നിങ്ങൾ ഉണ്ടാക്കിയ കാലം മുതൽ ഇന്ന് വരെ അഫ്ളലുൽ ഉലമന്റെ അപ്പുറത്തേക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? അഫ്ളലുൽ ഉലമ. തുടക്കകാലത്തും അതന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അതിലപ്പുറം എന്തെങ്കിലും ഒരു നവോത്ഥാന പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ വഹാബികളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? വഹാബികളെ ഏതെങ്കിലും ഗ്രൂപ്പുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പറച്ചിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സമസ്ത അതല്ല. സമസ്തയോളം വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർത്തൊരു പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ല എന്ന് കണ്ണുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിവിധ രേഖകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാറുണ്ട്. പാണക്കാട് തങ്ങന്മാരുമായി മുജാഹിദ് സംഘടനയ്ക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് വരുന്നത്. മുജാഹിദ് പ്രസ്ഥാനവുമായി പാണക്കാട് തങ്ങന്മാരുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരത്തെ തന്നെ ബന്ധമുണ്ട്. ആ ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടതാണ്. ഏതായാലും അബ്ദുള്ള കോയ മദനി പറയട്ടെ. തുടരുന്നതിന്റെ പേരിൽ സ്വാദിഖ് അലി തങ്ങളെ സമസ്ത ആക്രമിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിന്റെ അംഗീകാരമുള്ള, കേരളത്തിലെ നല്ലവരായ മുസ്ലിം പിന്തുണയും അംഗീകാരവുമുള്ള ഒരു മഹാ നേതാവിനെ, അദ്ദേഹത്തിന്റെ മുൻഗാമികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം നികഴ്ത്തിക്കൊണ്ട് വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ചു. മുജാഹിദിന്റെ മയ്യത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി പാണക്കാട് സയ്യിദന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയതായിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദ് മൗലവിയുടെ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് സമസ്തക്കൊരു നയമുണ്ട്. അത് ശരിയാ. ആ നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവരോട് സമസ്ത നേരിൽ ആ വിഷയം സൂചിപ്പിക്കും. മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും സൂചിപ്പിക്കും. അത് സമസ്തയുടെ ഉള്ളിലുള്ള വിഷയങ്ങളാണ്, അതവിടെ തീരും. പക്ഷേ മൗലവിക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മൗലവിയുടെ വർത്തമാനം കേട്ടാൽ ഇപ്പോ പാണക്കാട് സാദാത്യങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് വഹാബി പ്രസ്ഥാനമാണെന്ന് തോന്നിപ്പോവും. അല്ല മൗലവി, ഇതേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് വീഡിയോ ഡോക്യുമെന്ററി ഉണ്ടാക്കി, അതും അറബികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ ഡോക്യുമെന്ററി ചെയ്ത്, ഇയാള് കേരളത്തിലെ ഷിർക്കിന്റെ കേന്ദ്രമാണ് ഇവരുടെ തറവാട്, ഇവരുടെ കുടുംബം, അവിടെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡറാണ് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹം ഉറുക്കും മന്ത്രവും എഴുതിയും പിഞ്ഞാണം എഴുതിയും കേരളത്തിൽ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന പ്രധാനിയാണ് എന്ന് മാലോകരെ അറിയിച്ചത്. അതായത് വഹാബി ചിന്താധാരയിലുള്ള അറബികളെ കാണിക്കാൻ വേണ്ടി അറബിയിൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്, സമസ്തയല്ല. അതാണ് ഈ എഴുത്തല്. 2, ഇതേ പാണക്കാട് സാദാത്യങ്ങളെ ഇന്നും ശ്രീ 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 രവിശങ്കർ അല്ലേ, അത് കഴിഞ്ഞിട്ട് ശ്രീ എത്രയോ ശ്രീ കൂട്ടിയിട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പ്രസംഗിച്ചത് സുഹൈർ ചുങ്കത്രയാണ്, വഹാബി മൗലവിമാര്. പിന്നെ അവര് അഹ്ലുബൈത്തല്ല, സയ്യിദന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇന്ന് കേരളത്തിൽ ഈ അറിയപ്പെടുന്നവരും സയ്യിദന്മാരല്ല, അവർ അഹ്ലുബൈത്തല്ല എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരല്ല എന്ന് അവരുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത് പരസ്യമായി പ്രസംഗിച്ചത് മൗലവി നിങ്ങളാളുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അഹ്ലുബൈത്തിനെയും സയ്യിദന്മാരെയും സാദാത്തുക്കളെയും ബഹുമാനിക്കേണ്ടയും ആദരിക്കേണ്ടയും രൂപവും അതിന്റെ പ്രാധാന്യവും കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് ഇപ്പോ കുറെ പാണക്കാട് സ്നേഹം മൂത്ത കുറെ ആളുകളുണ്ട്. പണ്ട് അഹ്ലുൽ ഖുറാ അലി റളിയല്ലാഹുവിനോട് വലിയ സ്നേഹം കാണിച്ചിരുന്നു. ഒരു വേള അലി റളിയല്ലാഹുവിനോട് അവർ തെറ്റി, അവര് മറ്റൊരു പുതിയ പ്രസ്ഥാനമായിട്ട് മാറിപ്പോയി, ഖവാരിജുകളായിട്ട്. എന്ന പോലെ ഇപ്പോ ഒരു പ്രത്യേകമായ പാണക്കാട് സ്നേഹം, തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വലിയൊരു പാണക്കാട് സ്നേഹം അഭിനയിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ഷർറ്. ആ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങളും കൂടിയേ ഉള്ളൂ അവർക്ക് പിന്തുണയുമായിട്ട്. ഏത്
അഭിനയ പാണക്കാട് സ്നേഹത്തിന്റെ പിന്നാലെ. അത്ഭുതമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പാണക്കാട് സാദാത്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴും ഇപ്പോഴും മുമ്പും ഞങ്ങൾ ഒരേ നിലപാടിൽ തന്നെ ആയിരിക്കും. പക്ഷേ വിഷയത്തിലേക്ക് വരാം. മൗലവി സയ്യിദന്മാര് സാദാത്യങ്ങളെ പരിചയപ്പെടുത്തിയ പ്രസ്ഥാനം സമസ്തയാണ്. നിങ്ങളതില്ല എന്ന് പറഞ്ഞവരും പാണക്കാട് സാദാത്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ചോദ്യം ചെയ്തവരും സംശയാലുക്കളായവരും സംശയം ജനിപ്പിച്ചവരും നിങ്ങളാണ്. അതിൻ്റെയും അപ്പുറം അവരെ തെരുവുകളിൽ അവരെ ബറക്കത്തിന് വേണ്ടി അവിടെ സമീപിക്കുന്ന ആളുകളെ പരസ്യമായി പരിഹസിച്ചവരും നിങ്ങളാണ്. ഇപ്പൊ പിന്നെ ഈ പുതിയ ബോധമുണ്ടായത് ഇത് 9ാമത്തെ പുതിയ തൗഹീദാണോ എന്ന് താങ്കൾ ഒന്ന് തുറന്നു പറഞ്ഞു തരണം. നേരത്തെ പരസ്പരം പോരടിച്ചിരുന്ന സമസ്തയും മുജാഹിദ് സംഘടനകളും കുറച്ചുകാലമായി ലീഗ് കുടക്കീഴിൽ സൗഹൃദത്തിലായിരുന്നു. അതൊക്കെ ചാനലാരോ വകയാണ്. എന്നാൽ ഈയിടെയായി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി പാണക്കാട് കുടുംബത്തിനെതിരെ സമസ്തയിൽ നിന്നും ശക്തമായ വിമർശനം ഉയർന്നു. സമസ്തയിൽ നിന്നും ശക്തമായ വിമർശനം ഉയർന്നു എന്ന് പറയുന്നത് തെറ്റാണ്. സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ ആളുകളും പല ഐഡികളിലും കൈകാര്യം ചെയ്യുന്നതൊക്കെ സമസ്തയുടെ ആളുകളാണ്, ഇത് സമസ്തന്റെ മുഷാവറ മെമ്പർമാരാണ് എന്നാണ് നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതിനിപ്പോൾ അവരെ കുറ്റം കൊണ്ടുവരില്ല, ചാനലൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ അന്തം കുറച്ച് കുറവാണല്ലോ, അതിൽ പെടുത്തിയാൽ മതി. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം, ഇത്രയൊക്കെ പ്രസംഗിച്ച മൗലവിയോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള 3 ചോദ്യങ്ങളുണ്ട്. ഈ 3 ചോദ്യം നിങ്ങൾ ഏതെങ്കിലും വഹാബി മൗലവിമാര് ആൺകുട്ടികളായി കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അബ്ദുള്ള കോയ മദനിയോ അദ്ദേഹത്തിന്റെ അനുയായികളോ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞെന്നാൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. 1, പാണക്കാട് സയ്യിദന്മാർ മുസ്ലിമീങ്ങളാണ് എന്ന് പരസ്യമായി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? എൻ്റെ 1ാമത്തെ ചോദ്യമാണ്. പാണക്കാട് സയ്യിദന്മാർ മുസ്ലിമീങ്ങളാണ് എന്ന് പരസ്യമായി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കതിന് സാധിക്കൂല. മുസ്ലിമീങ്ങളാണ് എന്ന് പോലും ഒരു മുസ്ലിമായ സുന്നിയായ ഒരു സയ്യിദായ ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പരസ്യമായി പറയാൻ കഴിയാത്ത നിങ്ങളാണ് വേശ്യയുടെ ചരിത്ര പ്രസംഗം നടത്തുന്നത്. അപ്പോൾ 1ാമത്തെ ചോദ്യം, പാണക്കാട് സയ്യിദന്മാർ മുസ്ലിമീങ്ങളാണ് എന്ന് കേരളത്തിലുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ അടക്കം വിസ്ഡം, മർക്കസുദ്ദാവ, ദമ്മാജ് തുടങ്ങി 8 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടമുണ്ടോ, ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ മുസ്ലിം കേരളത്തിന് താല്പര്യമുണ്ട്. എൻ്റെ 2ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ നിങ്ങളുടെ മഹല്ല് ഉണ്ടെങ്കിൽ അതിൻ്റെ ഖാളിയായി പാണക്കാട് ഏതെങ്കിലും ഒരു സയ്യിദിനെ ഖാളിയായി ചുമതലപ്പെടുത്താൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ, സമ്മതമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതിന് തയ്യാറാണെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങളത് തുറന്നു പറയണം. എൻ്റെ 3ാമത്തെ ചോദ്യം, മുജാഹിദ് മൗലവിയുടെ മയ്യത്ത് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് നിങ്ങളുടെ പരാമർശങ്ങൾ നടത്തിയത്. പാണക്കാട് സയ്യിദന്മാർ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമു നിന്നാൽ ആ നിസ്കാരം സ്വഹീഹാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഏതെങ്കിലും മുജാഹിദ് സംഘടനകൾ തയ്യാറുണ്ടോ? ഈ 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആൺകുട്ടികളായ ഏതെങ്കിലും വഹാബികൾ കേരളത്തിലുണ്ടെങ്കിൽ മൈക്കിന്റെ മുമ്പിൽ നടത്തുന്ന വേശ്യയുടെ ചാരിത്ര പ്രസംഗമല്ല, അതുവഴി ചാനലുകളിലൂടെ വരുന്ന തെറ്റായ സന്ദേശങ്ങളും വാർത്തകളും വളച്ചൊടിക്കലുകളും ഒതൊന്നുമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. മർമ്മത്തിലാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് ഈ 3 ചോദ്യത്തിന് മറുപടി പറയാൻ ഏതെങ്കിലും വഹാബി മൗലവിമാർക്ക് സാധിക്കുമെങ്കിൽ അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും.